നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലവസ്തുവായി തീർന്ന പ്രിയപുത്രനെ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണമരിച്ചങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രക്ഷപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുകുമാരൻ കാതലായി ചെറിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണ സത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. യേശു തന്റെ ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെയും അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ആരെങ്കിലും ഈശോയുടെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പലരുടെയും പിന്നാലെ പോകാൻ ആവശ്യമാണ്. പലരാലും ആകർഷിക്കപ്പെടുന്നവരാണ് നമ്മൾ, പലരാലും താല്പര്യമുണ്ടാകുന്നവരാണ് നമ്മൾ. പക്ഷേ ഈശോ പറയുന്ന ഒരു കണ്ടീഷൻ ഇതാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശും എടുത്തുകൊണ്ട്
എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ഈ കുരിശു എടുത്തുകൊണ്ടാണോ നമ്മൾ ഈ കുരിശുമല കയറിയത്? അവന്റെ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കുക. ആ തമ്പുരാനോട് കൂടെ ആയിരിക്കുക. ആ ഗുരുദൈവമാണ്. ഒന്ന് മാത്രമാണ് വേണ്ടത്. എന്റെ പാദാന്തികത്തിലിരിക്കുന്ന മറിയത്തെ പോലെ എന്റെ ചാരത്തായിരിക്കുവാൻ നീ പരിശ്രമിക്കുക. ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവരെ. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. ഇതുപോലെ സ്നേഹിക്കുന്ന മറ്റൊരു ദൈവം നമുക്കില്ല. ഇതുപോലെ ലോകത്തിൽ തന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. എല്ലാ സ്നേഹത്തിനും ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. കൊടുത്തതും വാങ്ങിയതുമായ സകല സ്നേഹബന്ധങ്ങൾക്കും ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ വ്യവസ്ഥയില്ലാതെ, യാതൊരു വ്യവസ്ഥയും വെക്കാതെ എന്നെ സ്നേഹിച്ച, ഒന്നും പകരം ചോദിക്കാതെ എന്നെ സ്നേഹിച്ച ഈശോയെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരങ്ങളെ, ഈശോയെ നീ ഒന്ന് ആരാധിക്കുക. ഈശോയെ നീ ഒന്ന് ആരാധിക്കുക. അവിടുത്തെ കുരിശിനെ നീ ഒന്ന് ധ്യാനിക്കുക. നിന്റെ സ്നേഹത്തെ നീ ഒന്ന് തിരിച്ചറിയുക. നീ ഇതുവരെ സ്നേഹിക്കാതിരുന്നോ എന്ന് ചോദിക്കുക. ഇതുവരെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ കർത്താവേ? ബുദ്ധിതനായ കർത്താവ് തിബേരിയോസ് തീരത്ത് വെച്ച് പത്രോസിനോട് ചോദിക്കുന്നുണ്ടല്ലോ, യോനാണ് പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? ഒരു തവണ ചോദിച്ചു, രണ്ട് തവണ ചോദിച്ചു, മൂന്നാം തവണ മറുപടി പറയാൻ പറ്റാതെ അവൻ വാവിട്ട് കരഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയില്ലേ? തമ്പുരാൻ നിന്നോട് ചോദിക്കുന്നു. തിബേരിയസിന്റെ തീരത്ത് നിന്ന് പത്രോസിനോട് ചോദിച്ചവൻ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചവൻ ഇതായുടെ ഈ അത്താറയിൽ ഇരുന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു, മകനെ, മകനെ, നീ എന്നെ സ്നേഹിക്കുന്നു? നിനക്ക് പ്രാർത്ഥന ഭാരമാകില്ല. വിശുദ്ധ കുർബാന നിനക്ക് ഭാരമാകില്ല. കുരിശിന്റെ വഴി നിനക്ക് ഭാരമാകില്ല. നോമ്പുപവാസവും നിനക്ക് ഭാരമാകില്ല. എല്ലാം സ്നേഹമാണ്, ഒന്നും ഭാരമല്ല. എല്ലാം സ്നേഹമാണ്. ചങ്കിടകത്തെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം.